നമസ്കാരം. ഐടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫിസിക്കൽ സെർവറിൽ എങ്ങനെ വിൻഡോസ് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ വിൻഡോസ് ബൂട്ടബിൾ USB ഡ്രൈവ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ബൂട്ട് ചെയ്തിട്ട് സിസ്റ്റത്തിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ ആ സെർവറിനെ നമുക്ക് റിമോട്ട്ലി ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബേസിക് കോൺഫിഗറേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് ഫിസിക്കൽ സെർവർ ആക്സസ് ചെയ്ത് കോൺഫിഗറേഷൻ കാര്യങ്ങളും കാണാം. ഓക്കെ, നമ്മൾ സെർവറിനെ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് വന്ന് അതിന് ശേഷം പോസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് F11 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ടിങ്ങിനെ കിട്ടും. അതിനുശേഷം നമ്മൾ USB നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ബൂട്ടബിൾ USB സെലക്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ USB തന്നെ ബൂട്ട് ചെയ്യിക്കുക. F11 നമ്മൾ അവിടെ കാണിക്കുന്നുണ്ട്. F11 എൻ്റർ ഇൻറ്റു ബൂട്ട് മാനേജർ കാണിച്ചു. നമ്മൾ F11 പ്രസ് ചെയ്തപ്പോൾ എൻ്റർ ഇൻറ്റു ബൂട്ട് മാനേജർ കാണിക്കേണ്ടത്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ നോർമൽ ബൂട്ട് കാണിക്കുന്നുണ്ട്, ഓൺ ഷോട്ട് UFI മോഡ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഓൺ ഷോട്ടിലോട്ട് പോകുന്നു. അതിനുശേഷം ജനറിക് USB സെലക്ട് ചെയ്യാം. ഓക്കെ, റീസ്റ്റാർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ USB എന്നാണ് ബൂട്ടബിൾ USB എന്നാണ് OS ലോഡ് ചെയ്യുക. ഇവിടെ കാണാൻ പറ്റുന്നത് OS ലോഡ് ചെയ്ത് തുടങ്ങി. ഓക്കെ, ഇത് ബേസിക്കലി നമ്മൾ വിൻഡോസ് 11 വിൻഡോസ് 10 ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. അതുപോലെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നു, നെക്സ്റ്റ് അടിക്കുന്നു, അതുപോലെ ഇൻസ്റ്റാളിന് കൊടുക്കുന്നു. ഡെല്ലിൻ്റെ EMC സെർവറാണ്. ഇതിൽ ബേസിക്കലി ഒരു മിനിമം ഒരു 4 ഹാർഡ് ഡ്രൈവ് ഉണ്ടാവും. നമ്മൾ ഡാറ്റാ സെൻറ്റർ വേർഷനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പ് വേർഷനാണ് വേണ്ടത്, സ്റ്റാൻഡേർഡ് അല്ല. നമുക്ക് നമ്മുടെ സെൻറ്റർ വേണ്ടത് ഡാറ്റാ സെൻറ്ററാണ്. സോ ഈ ഡാറ്റാ സെൻറ്റർ വേർഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം മൈക്രോസോഫ്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ചെയ്തു. ഇവിടെ വന്നിട്ട് നമ്മൾ കസ്റ്റംസാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യല്ല ചെയ്യുന്നത്. നമ്മൾ കസ്റ്റംസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആക്ച്വലി ഇത്രയും ഹാർഡ് ഡ്രൈവ് ഇതിൽ പാർട്ടീഷൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ഓൾറെഡി റെയ്ഡെല്ലാം പ്രീ കോൺഫിഗേർഡ് ആണ്. നമ്മൾ കോൺഫിഗർ ചെയ്തതിന് മുമ്പ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് നമ്മൾ റെയ്ഡെല്ലാം കോൺഫിഗർ ചെയ്തു. അതുകൊണ്ടാണ് നമുക്കിത് ഹാർഡ് ഡ്രൈവ് ഇവിടെ കാണിക്കുന്നത്. എല്ലാം തന്നെ നമുക്ക് ഹാർഡ് ഡ്രൈവ് ഇതിൽ കാണില്ല. ഓക്കെ, ബേസിക്കലി ഒരു പുതിയ സെർവർ കിട്ടുന്ന സമയത്ത് ആദ്യം നമ്മൾ സെർവറിൻ്റെ ഹാർഡ് ഡ്രൈവുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു റെയ്ഡ് കൺട്രോളർ ഉണ്ട്. ആ കൺട്രോളറുടെ ബയസ് ത്രൂ കയറിയിട്ട് നമ്മൾ റെയ്ഡ് കോൺഫിഗർ ചെയ്യും. റെയ്ഡ് 0 ആണോ 1 ആണോ 2 ആണോ 5 ആണോ 6 ആണോ എത്രയാണ് നമ്മൾ കോൺഫിഗർ ചെയ്യാൻ ഉദ്ദേശിച്ചല്ലേ അതിനനുസരിച്ച് കോൺഫിഗർ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും നമുക്ക് വരുന്ന ഹാർഡ് ഡ്രൈവ് ഏകദേശം ഒരു ഇതിലൊരു 4 ഹാർഡ് ഡ്രൈവ്സ് ഉണ്ട്. ഞാൻ കാണിക്കാം. ഇത്രയും നമുക്ക് ഓരോ ഹാർഡ് ഡ്രൈവ്സ് വരുന്നുണ്ട്. ഈ ഏകദേശം 4 ഹാർഡ് ഡ്രൈവ് ഇത് റെയ്ഡ് 5 നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. അത് ഓൾറെഡി കോൺഫിഗേർഡ് ആയതുകൊണ്ടാണ് നമുക്കിവിടെ ഹാർഡ് ഡ്രൈവിൻ്റെ പാർട്ടീഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഓക്കെ, അതല്ല നേരെ പുതിയ സെർവർ ആണെങ്കിൽ നിങ്ങൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ ബയസ് കയറിയിട്ട് ബയസ് നമ്മൾ റെയ്ഡ് കോൺഫിഗർ ചെയ്യണം. റെയ്ഡ് കോൺഫിഗർ ചെയ്യണമെന്നുള്ള അതിന് ഫസ്റ്റ് തന്നെ നമ്മൾ സിസ്റ്റം ബൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റെയ്ഡ് കോൺഫിഗറേഷൻ മെത്തേഡ് കാണിക്കും. സിസ്റ്റം ബൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഓപ്ഷൻസ് കിട്ടും റെയ്ഡ് കോൺഫിഗർ ചെയ്യാനോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് റെയ്ഡ് പുതിയ സെർവർ ആണെങ്കിൽ മാത്രമേ ചെയ്യാവുന്നുള്ളൂ. റെയ്ഡ് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ലപ്പോൾ എങ്ങനെ എന്തെങ്കിലും ക്രിട്ടിക്കൽ അല്ലെങ്കിൽ അപ്ഡേറ്റേഷൻ സംബന്ധമായിട്ട് നമുക്ക് OS അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ വന്നാൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഒരു വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെ വന്ന് അതിനുശേഷം പാർട്ടീഷനും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. ഏതെത്ര പാർട്ടീഷൻ വേണം എങ്ങനെ വേണം എന്നൊക്കെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് നോർമലായിട്ട് ഒരു വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യുന്ന മാതിരി തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സെർവർ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റെയ്ഡ് കോൺഫിഗേർഡ് അല്ല. ഒരു പുതിയ സെർവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെയ്ഡ് കോൺഫിഗർ ചെയ്യണം. അത് റെയ്ഡ് 0 1 2 ഏതാണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്തിട്ട് നമുക്ക് ബൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് വിൻഡോസ് ബൂട്ടബിൾ USB കണക്ട് ചെയ്തിട്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഏകദേശം 170 GB ആണ് സീക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള സ്പേസ് നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് അടുത്ത D ഡ്രൈവിലോട്ടാണ്. ഇതിലായിരിക്കും നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ C ഡ്രൈവിന് വേണ്ടി സെലക്ട് ചെയ്ത 160 GB ഡ്രൈവ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുന്നു. അതിനുശേഷം ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമുക്കിത് ഇതിനൊരു നമ്മളെ നെറ്റ്വർക്ക് മാച്ച് ആയിരിക്കുന്ന ഒരു IP അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് റിമോട്ട് ആക്സസ് ഇതിനെ എനേബിൾ ആക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് വെച്ച് റിമോട്ട് ആക്സസ് ചെയ്തിട്ട് സിസ്റ്റത്തിൽ വേണ്ട കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി ഇത് കംപ്ലീറ്റ് ആകാൻ ഏകദേശം ഒരു 10 to 15 minutes എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്തതിനു ശേഷം അതിന് ഫൈനൽ സ്റ്റേജ് എത്തുന്ന സമയത്ത് ബേസിക് കോൺഫിഗറേഷൻ നമ്മളിത് ചെയ്തിട്ട് റിമോട്ട്ലി നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് അതായത് നമ്മൾ ആക്ച്വലി ഇത് ഡാറ്റാ സെൻറ്ററാണ്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. സോ നമ്മളത് ലാപ്ടോപ്പിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നെറ്റ്വർക്കിൽ കോൺഫിഗർ ചെയ്ത് വെക്കണം. എങ്കിലേ നമുക്ക് റിമോട്ടിൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് എങ്ങനെ കോൺഫിഗർ ചെയ്യുന്ന കാര്യങ്ങളും IP കോൺഫിഗർ ചെയ്തിട്ട് റിമോട്ട് ആക്സസ് എനേബിൾ ആക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ലാപ്ടോപ്പിൽ നിന്ന് ആക്സസ് ചെയ്തിട്ട് ബാക്കി കോൺഫിഗറേഷൻ നമുക്ക് ചെയ്യാം.
ഓക്കെ, ഇപ്പോൾ നമ്മുടെ സെറ്റപ്പ് ഏകദേശം തീർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി സിസ്റ്റം ബൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കോൺഫിഗറേഷൻ കാര്യങ്ങൾ ചെയ്യാം. സിസ്റ്റം ബൂട്ട് ചെയ്യുന്നുണ്ട്. സിസ്റ്റം ബൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഉറപ്പ് വരുത്തണം നമ്മൾ USB എന്നല്ല ഇത് ബൂട്ട് ചെയ്യുന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ USB റിമൂവ് ചെയ്യുക. കാരണം നമ്മൾ വിൻഡോസ് ഇൻസ്റ്റലേഷൻ ഓൾറെഡി കഴിഞ്ഞു. ഇനി ബാക്കി ലോഡിങ് കാര്യങ്ങളെല്ലാം നിലവിൽ ആ സെർവറിൽ ഉള്ള ആ ഡ്രൈവിൽ നിന്നാണ് ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇനി ഇത് ബൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ USB എന്നല്ല സെർവറിൽ നിന്നാണ് ബൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കപ്പിൾ ഓഫ് സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മൾ ഇനീഷ്യൽ കോൺഫിഗറേഷൻ തീർത്തിട്ട് ബാക്കി കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം വിൻഡോസിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഈ വിൻഡോസിൻ്റെ പാസ്വേഡ് അഡ്മിനിസ്ട്രേഷൻ പാസ്വേഡ് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മളൊരു നല്ലൊരു പാസ്വേഡ്, ഒരു കോംപ്ലക്സ് പാസ്വേഡ് എന്ന രീതിയിൽ ഓക്കെ ഇവിടെ ഒരു പാസ്വേഡ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫിനിഷ് പ്രസ് ചെയ്യുക. നമുക്ക് ഫിനിഷ് പ്രസ് ചെയ്തെങ്കിൽ ജസ്റ്റ് ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഡെസ്ക്ടോപ്പിലേക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബേസിക്കലി ഇപ്പോൾ നമ്മൾ ഫിസിക്കലി സെർവർ ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വിൻഡോസിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സെർവറിന് നമുക്ക് റിമോട്ടിൽ ആക്സസ് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങളെല്ലാം കോൺഫിഗറേഷൻ കാര്യങ്ങളും ബാക്കിയുള്ള ഈ സെർവറിന് എന്തെല്ലാം പർപ്പസാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമോട്ടിലാവും ഏറ്റവും ബെസ്റ്റ്. ഡാറ്റാ സെൻറ്ററിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസാണ്. ഓക്കെ, ഇനി വിൻഡോസിൽ ലോഗിനായി അതിനുശേഷം നമ്മൾ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ നെറ്റ്വർക്ക് ഒന്നും കണക്റ്റഡ് അല്ല. ഫസ്റ്റ് നമ്മൾ നെറ്റ്വർക്ക് കണക്ട് ചെയ്യണം. നെറ്റ്വർക്ക് കണക്ട് ഏതെങ്കിലും ഒരു NIC കാർഡിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു IP അഡ്രസ്സ് കൊടുക്കുക. നമുക്ക് റിമോട്ടിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ നെറ്റ്വർക്കിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള IP അഡ്രസ്സ് അസൈൻ ചെയ്യുക. ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ നെറ്റ്വർക്കിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെ ഞാൻ കൊടുക്കുന്നത് 192.168.80.202 എന്ന് പറഞ്ഞ IP അഡ്രസ്സാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗേറ്റ് വേ വരുന്നതെന്ന് വെച്ചാൽ 192.168.80.254 ആണ്. ഓക്കെ, ഇത് ഇങ്ങനെ IP അഡ്രസ്സ് കൊടുത്ത് അതിനുശേഷം നമ്മൾ പ്രസ് ചെയ്യുക. ഓക്കെ, പ്രസ് ചെയ്തതിന് ശേഷം നെറ്റ്വർക്ക് കണക്റ്റഡ് അല്ല. സോ ഫിസിക്കലി നമ്മളതിൻ്റെ നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു സെർവർ മറ്റു സെർവറിനായിട്ടും അതുപോലെ തന്നെ ആ സെർവറിൽ നിന്ന് ഇങ്ങോട്ടും പിങ്ങിങ് ഉണ്ടോയെന്ന് കൺഫേം ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ നെറ്റ്വർക്ക് കണക്ട് ചെയ്തു. അപ്പോൾ NIC 1 നമുക്ക് നെറ്റ്വർക്കിൻ്റെ കണക്ഷൻ ആയി എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്ത IP അഡ്രസ്സ് വർക്കിംഗ് ആണോ നോക്കണം. അതായത് IP പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടോ നോക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് പോയിട്ട് IP കോൺഫിഗ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ നമ്മൾ കൊടുത്ത് അസൈൻ ചെയ്ത IP അഡ്രസ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. 192.168.80.202 എന്നുള്ള IP അഡ്രസ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം കോൺഫിഗറേഷൻ ഒക്കെയാണ്, IP അഡ്രസ്സ് കോൺഫിഗറേഷൻ ഒക്കെയാണ്. ഇനി നമ്മളെ ഗേറ്റ് വേ ആയിട്ട് ഈ ഒരു സെർവർ പിങ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റ് വേ വരുന്നത് 254 ആണ്. അതിനായിട്ട് പിങ് ആവുന്നുണ്ടോ നമുക്ക് പിങ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ റിമോട്ട് ആക്സസ് എനേബിൾ ആക്കുക. അതിനുശേഷം നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ബാക്കി കോൺഫിഗറേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റിമോട്ട് ഡെസ്ക്ടോപ്പ് ഡിസേബിൾ ആണ്. അപ്പോൾ നമ്മൾ ലോക്കൽ സെർവറിൽ വരുന്നു. സെർവറിൽ ഇവിടെ പോയി കാണാൻ പറ്റും. അതിൽ സെർവർ മാനേജറിൽ പോകുന്നു. സെർവർ മാനേജർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലോക്കൽ സെർവറിൽ പോകും. ലോക്കൽ സെർവറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെർവറിൻ്റെ ബേസിക് കോൺഫിഗറേഷൻ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇവിടെ കണ്ടുള്ള റിമോട്ട് ഡെസ്ക്ടോപ്പ് ഡിസേബിൾ ആണ്. നമ്മളത് എനേബിൾ ചെയ്യുക. അലോ റിമോട്ട് ആക്സസ് എന്നുള്ള അലോ റിമോട്ട് കണക്ഷൻസ് ടു ദിസ് കമ്പ്യൂട്ടർ എന്നുള്ള സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. റിമോട്ട് ആക്സസ് എനേബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സെർവറിൽ നിന്ന് മറ്റുള്ള എല്ലാം ഡിവൈസിലോട്ടും ഗേറ്റ് വേയിലോട്ടെല്ലാം പിങ്ങിങ് ആണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ലാപ്പിൽ നിന്ന് അത് മറ്റ് നെറ്റ്വർക്കിൽ നിന്ന് ഇത് ആക്സസ് ചെയ്യാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഇതിന് നെറ്റ്വർക്ക് ഡിസ്കവറി നമ്മളിത് ഓൺ ആക്കിയിട്ടില്ല. അതായത് നിങ്ങൾ നെറ്റ്വർക്ക് സെറ്റിങ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് ഡിസ്കവറി ഓൺ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റ് സെർവറിൽ നിന്നോ മറ്റേ സിസ്റ്റത്തിൽ നിന്നൊക്കെ നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ പെട്ടതാണിത്. ഷെയറിംഗ് സെൻറ്ററിൽ വരുന്നു, നെറ്റ്വർക്ക് ഷെയറിംഗ് സെൻറ്ററിൽ വരുന്നു. നെറ്റ്വർക്ക് ഷെയറിങ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ടേൺ ഓഫാണ്. ആക്ച്വലി ഇത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് സെർവറിൽ നിന്നൊന്നും റിമോട്ടിൽ ആക്സസ് ചെയ്യാനോ ഈവൻ പിങ് ചെയ്യാൻ പോലും പറ്റില്ല. കമ്മ്യൂണിക്കേഷൻ ഡ്രോപ്പ് ഔട്ട് ആവും. കാരണം ഇവിടുന്ന് ഡിസ്കവറി വരാത്തതുകൊണ്ട്. ഓക്കെ, ഈ ഒരു വിൻഡോസ് ഡിസ്കവറി ഓൺ ആവത്തുണ്ട്. സോ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പ്ലോർ എടുക്കുന്നു. അതിനുശേഷം നെറ്റ്വർക്ക് പോകുന്നു. നെറ്റ്വർക്ക് പോയി ഇവിടെ കാണിക്കും നെറ്റ്വർക്ക് ഡിസ്കവറി ഈസ് ടേൺ ഓഫ്. അപ്പോൾ ഓക്കെ പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മളോട് ഡിസ്കവറി ടേൺ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഒരു പോപ്പ് വന്നിട്ടുണ്ട്. ആ പോപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ടേൺ ഓൺ നെറ്റ്വർക്ക് ഡിസ്കവറി ഷെയറിങ്. ഓക്കെ, ഇവിടെ ചോദിക്കുന്നുണ്ട് പബ്ലിക്കായിട്ടാണോ അതോ വേണ്ടത് പ്രൈവറ്റ് ആയിട്ടാണോ വേണ്ടത്. നമുക്ക് വേണ്ട രീതിയിൽ പ്രൈവറ്റായിട്ട് കോൺഫിഗർ ചെയ്യും. ബേസിക്കലി ഈ സെർവർ നമ്മൾ ഡൊമൈനിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ ഡൊമൈൻ ബേസ്ഡായിട്ടാണ് പോവുക. നമ്മൾ പ്രൈവറ്റായിട്ട് സെലക്ട് ചെയ്യുക. പ്രൈവറ്റായിട്ട് സെലക്ട് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റേർണൽ നെറ്റ്വർക്ക് മാത്രമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ആവത്തുള്ളൂ.
എക്സ്റ്റേണൽ നെറ്റ്വർക്കിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം. അതായത് സെയിം ഡൊമൈനിന് സെയിം നെറ്റ്വർക്കിന് എല്ലാ പി സികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇത്രയും പി സികൾ ഓൾറെഡി ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതായത് നമ്മളത് നെറ്റ്വർക്ക് ഡിസ്കവറി ഓൺ ചെയ്ത ഉടനെ തന്നെ നമ്മളെ ഈ സിസ്റ്റം നെറ്റ്വർക്കിൽ ഡിസ്കവർ ആയി. അതിനുശേഷം ആ നെറ്റ്വർക്കിലുള്ള എല്ലാ സെർവേഴ്സിനും എല്ലാ സിസ്റ്റങ്ങളും എന്തെല്ലാം സിസ്റ്റങ്ങളുണ്ട് അതെല്ലാം ഡിസ്കവർ ചെയ്യുന്നതിനനുസരിച്ച് അത് കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത്രയായി. ഇനി നമ്മൾ നമ്മുടെ ലാപ്ടോപ്പിൽ പോയിട്ട് ഇത് ഈ പർട്ടിക്കുലർ സെർവറിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല നോക്കണം. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ നമ്മളത് സെർവറിന് ഫിസിക്കലായിട്ട് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു, നമ്മൾ IP കോൺഫിഗർ ഒക്കെ ചെയ്തു. ഇനി നമ്മൾ ഈ ലാപ്പിൽ നിന്ന് നമുക്ക് ആ പറയപ്പെട്ട IP സെർവറിന് ആക്സസിബിൾ ആണോ, പിങ് ആവുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കണം. അതിനുവേണ്ടി ആ സെർവറിൻ്റെ IP നമ്മൾ ടൈപ്പ് ചെയ്യണം. പിങ് 192.168.80.202. ഓക്കെ, നമ്മൾ പിങ് ചെയ്ത് നമുക്കത് പിങ് വരുന്നുണ്ട്. ഇനി നമുക്കത് റിമോട്ടിൽ ആക്സസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. MSDS നമ്മളത് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിമോട്ടിൽ ആക്സസ് ചെയ്യണമെന്ന് റിമോട്ട് ഡെസ്ക്ടോപ്പ് കണക്ഷൻ്റെ ഈ ആപ്ലിക്കേഷൻ എടുത്താൽ മതി. നമ്മളിവിടെ പോയി സെർച്ച് ചെയ്താലും നമ്മൾ സ്റ്റാർട്ട് മെനുവിൽ പോയിട്ട് റിമോട്ട് ഡെസ്ക്ടോപ്പ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ സെയിം ആപ്ലിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് MSDSC എന്ന കമാൻഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിം ഓപ്ഷൻ തന്നെ കിട്ടും. ഓക്കെ, ഇവിടെ നമ്മുടെ സെർവറിൻ്റെ IP, അതായത് 192 നമ്മളിപ്പോൾ പുതിയതായിട്ട് കോൺഫിഗർ ചെയ്ത സെർവറിൻ്റെ IP നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തിട്ട് കണക്ട് അടിക്കുക. കണക്ട് ചെയ്യുമ്പോൾ ഓക്കെ പെർഫെക്റ്റ്, നമുക്കിത് ആക്സസബിൾ ആണ്. നമുക്ക് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. അപ്പോൾ നമ്മളുടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് അടിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് നമ്മൾ എന്താണ് കോൺഫിഗർ ചെയ്ത ആ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റർ അടിക്കുക. പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ബോക്സ് വരും. ബേസിക്കലി സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എസ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട്ലി സെർവർ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇതാണ് നമ്മളിപ്പോൾ ഫിസിക്കലി ഇൻസ്റ്റാൾ ചെയ്ത സെർവർ. ഈ സെർവറിലാണ് ബാക്കി ഇനി എന്തെല്ലാം ചെയ്യാനുള്ളത് അതെല്ലാം ചെയ്യുക. അതായത് ബേസിക്കലി നമ്മൾ കോൺഫിഗർ ചെയ്ത് എന്താ വെച്ചാൽ നമ്മൾ IP അഡ്രസ്സ് മാത്രം കൊടുത്തു. ഓക്കെ, അത് നമ്മൾ സെർവർ മാനേജറിൽ വരിക. സെർവർ മാനേജറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ സിസ്റ്റത്തിന് ജസ്റ്റ് സെർവർ IP അഡ്രസ്സ് കോൺഫിഗർ ചെയ്തു, റിമോട്ട് ആക്സസ് മാത്രം എനേബിൾ ചെയ്തെന്നുള്ളൂ. സോ ഇനി നമ്മൾ ബാക്കിയുള്ള എല്ലാ കോൺഫിഗറേഷൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ടൈം പീരീഡ് ശരിയാക്കി കൊടുക്കുക. നിങ്ങളുടെ ടൈം സോൺ ഏതാ വെച്ചാൽ അത് ബേസ് ചെയ്തിട്ട് ടൈം സോൺ ശരിയാക്കി കൊടുക്കുക. സെർവറിൽ ആക്ച്വലി ഏത് സെർവർ ആയാലും ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ ടൈം പീരീഡ് നിങ്ങൾ ഏതാണോ പ്രോപ്പറായിട്ട് ടൈമും കാര്യങ്ങളും സിങ്ക് ചെയ്യുക സെർവറിനായിട്ട്. ഈവൻ ഈ സെർവർ നിങ്ങൾ ഡൊമൈനിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചാലും ശരി, അതല്ല ഈ സെർവറിനെ തന്നെ നിങ്ങൾ പർട്ടിക്കുലർ ഡൊമൈനാക്കി മാറ്റാനോ അതല്ല വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ സെർവറാക്കി മാറ്റാനോ എന്തായാലും അത് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൽ ചെയ്ത് വെക്കുക. ഇതിന് സെർവറിന് എന്താണ് പേര് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ആ പേര് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ ഇതിന് പേര് കൊടുക്കുന്നത് മാനേജ്മെൻറ്റ് സെർവർ TJP എന്നൊരു സെർവറാണ്. അതായത് സെക്കൻഡ് സെർവറായിട്ടാണ് ഇത് വർക്ക് ചെയ്തിരുന്നത്. അത് ആ സെയിം നെയിം തന്നെ ഞാൻ കൊടുക്കുന്നത്. സോ അതിനുശേഷം നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുന്നു. സെയിം നമ്മൾ ഡൊമൈനിലൊന്നും ജോയിൻ ചെയ്യുന്നില്ല, നമ്മളിപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു, ബാക്കി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ നമ്മളിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്നില്ല. റീസ്റ്റാർട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കോൺഫിഗറേഷൻ കഴിഞ്ഞതിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്യുക. ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കുക. ഇവിടെ കമ്പ്യൂട്ടർ നെയിം മാറിയിട്ടുണ്ട്. ഇനി എന്താ റിമോട്ട് മാനേജ്മെൻറ്റ് NIC ടീം കാര്യങ്ങൾ ഒരുവിധം എല്ലാ കാര്യങ്ങളായിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് സെർവർ ഓപ്പൺ ചെയ്ത് നോക്കാം. മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡ്രൈവ് മിസ്സിംഗ് ആണ്. അതായത് നമ്മൾ ഇത് ഏകദേശം ഒരു 6 ടെറാബൈറ്റിൻ്റെ ഒരു സെർവറാണ്. ആകെ നമുക്ക് 1.6 TB അവൈലബിൾ ഉള്ളൂ. നമ്മൾ 2 പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. സോ അത് എന്തുകൊണ്ടാണ് വരാത്തതെന്ന് നമുക്ക് നോക്കണം. വിൻഡോസിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസിൽ പോവുക. അതിനുശേഷം കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് വരിക. കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതിന് തൊട്ട് താഴെ സ്റ്റോറേജ് കാണുന്നത്. സ്റ്റോറേജിൻ്റെ താഴെയായിട്ട് നമ്മൾ ഡിസ്ക് മാനേജ്മെൻറ്റ് കാണുന്നുണ്ട്. ഡിസ്ക് മാനേജ്മെൻറ്റ് വന്ന് കാണുന്ന സമയത്ത് നമുക്കിവിടെ കാണാം നമ്മൾ എല്ലാ പാർട്ടീഷനും ഇവിടെ അവൈലബിൾ ആണ്. സി ഡ്രൈവ് നമ്മൾ ആദ്യം കണ്ട സി ഡ്രൈവ് ഇവിടെ അവൈലബിൾ ആണ്. അത് നമുക്ക് സി ഡ്രൈവ് എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ 1.6 TB അവൈലബിൾ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ പാർട്ടീഷൻ അൺനോൺ ആയി കിടക്കുന്നുണ്ട്. ഇതൊരു കോമൺ ആയിട്ട് വരുന്നൊരു എററാണ്. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് അതിനൊരു ലെറ്റർ അസൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ചേഞ്ച് ദ ലെറ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ്, ദെൻ ഒരു പാർട്ടീഷൻ ഏത് ട്രയൽ ലെറ്ററാണ് നമുക്ക് വേണ്ടിച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഏതും സെലക്ട് ചെയ്യുക, ഡിപ്പെൻഡാണ്. അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. നമ്മളിവിടെ C കഴിഞ്ഞു D സെലക്ട് ചെയ്യുന്നു. ദെൻ ഓക്കെ പ്രസ് ചെയ്യുന്നു. അതോടുകൂടി ഈ പർട്ടിക്കുലർ പാർട്ടീഷൻ മൗണ്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ പാർട്ടീഷൻ ഫോർമാറ്റ് ചെയ്യണം. കാരണം അത് ഫ്രഷ് ക്രിയേറ്റ് ചെയ്ത പാർട്ടീഷനാണ്. സോ അത് ഫോർമാറ്റ് ചെയ്യാൻ കൊടുക്കുക. ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. ദെൻ ഫോർമാറ്റ് ഇവിടെ നമുക്ക് 3.1 TB അവൈലബിൾ ആണ്. സോ ടോട്ടൽ അറൗണ്ട് 6 TB അവൈലബിൾ ആയിട്ടുണ്ട് ഈ സെർവറിൽ.
ദെൻ നിങ്ങൾ അത് മൈ കമ്പ്യൂട്ടറിൽ വേഗം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 പാർട്ടീഷൻ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇത്രയും ഒരു 40 അറൗണ്ട് 40 തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. 3.81 TB അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇനി വരുന്ന കോൺഫിഗറേഷൻ കാര്യങ്ങൾ, ഫയൽസ്, ബാക്കപ്പ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡ്രൈവിലോട്ട് പേസ്റ്റ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷണൽ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അഡീഷണലായിട്ട് ഇത്രയും സ്പേസ് കൊടുത്തിട്ട് പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ എങ്ങനെയാണ് ഒരു ഫിസിക്കൽ സെർവറിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതുപോലെ തന്നെ എന്തെല്ലാം കോമൺ എറേഴ്സ് വരുന്നതും അതുപോലെ തന്നെ നമുക്ക് റിമോട്ട്ലി എങ്ങനെ ആക്സസ് ചെയ്യാം, അതിന് വേണ്ട കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫിസിക്കൽ സെർവറിൽ ചെയ്തു. അതിനുശേഷം നമ്മൾ ലാപ്ടോപ്പിൽ വന്നതിന് ശേഷം ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ പേരും കാര്യങ്ങളും സിസ്റ്റം നെയിമും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. അതിനുശേഷം സിസ്റ്റം റീസ്റ്റാർട്ട് ആക്കിയിട്ടില്ല. സോ എന്തെല്ലാം മെയിൻ ആയിട്ടുള്ള ടാസ്ക് കഴിഞ്ഞാൽ അതിനുശേഷം റീസ്റ്റാർട്ട് ചെയ്യാൻ സിസ്റ്റം ചോദിക്കുന്നുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യണം. സോ ഞാനിവിടെ റീസ്റ്റാർട്ട് കൊടുക്കുന്നു. റീസ്റ്റാർട്ട് ചെയ്ത് വന്നതിന് ശേഷം നോർമലായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാം കോൺഫിഗറേഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ കോൺഫിഗറേഷൻ ചെയ്യാം. അതിനുശേഷം എങ്ങനെയാണ് നമുക്ക് ഈ സെർവറിൻ്റെ ഉള്ളിൽ തന്നെ വേറെ സെർവേഴ്സിന് ക്രിയേറ്റ് ചെയ്യുന്നത്, നമുക്ക് ഒരു ഫിസിക്കൽ സെർവറിൽ തന്നെ എത്ര സെർവേഴ്സിന് ക്രിയേറ്റ്, ആക്ച്വലി ഇത് ഡാറ്റാ സെൻറ്റർ ലൈസൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഇൻറ്റേർണൽ സെർവേഴ്സിന് ക്രിയേറ്റ് ചെയ്യാം. ഫിസിക്കൽ സെർവർ ഒരെണ്ണേ ഉള്ളൂ, പക്ഷേ ഇൻസൈഡ് നമുക്ക് ഒത്തിരി സെർവേഴ്സിന് ഇൻഡിപെൻഡൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ കാര്യങ്ങളെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.